പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവസത്തിൽ ദൈവത്തിൻ്റെ കൃപയുടെ വലിയൊരു ശക്തി നമ്മിലേക്ക് ഒഴുകപ്പെടാനായിട്ട് തീവ്രമായി നമുക്ക് ആഗ്രഹിക്കുകയും തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്ന് വലിയൊരു വിശ്വാസത്തിൻ്റെ അനുഭവം നമുക്ക് കേൾക്കുവാനായിട്ട് തയ്യാറാകാം. ഒരു സഹോദരിക്കുണ്ടായ വലിയൊരു ദൈവാനുഭവമാണ്. ആ മകളുടെ വീട്ടിലെ കിണർ കുത്തിയിട്ട് 19 വർഷമായി. ഇത്രയും നാളും വെള്ളം വറ്റാത്ത കിണറായിരുന്നു അത്. ഈ കഴിഞ്ഞ വേനലിൽ അവരുടെ കിണറ്റിലെ വെള്ളം മുഴുവനായി വറ്റിപ്പോവുകയും ഏകദേശം 9 മാസത്തോളം വെള്ളം ചുമന്ന് വലയുകയും ചെയ്തു. ഈ വിഷമസന്ധ്യയിൽ ഇവിടെ വന്ന് അണക്കരയിലുള്ള മരിയൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് പരിശുദ്ധ റോസാമസ്റ്റിക്ക മാതാവിൻ്റെ മാസം യാചിച്ച് ഈശോയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ധ്യാനത്തിൽ നന്നായിട്ട് പങ്കെടുത്തു. ധ്യാനാവസരത്തിൽ ഇപ്രകാരം ആ മകൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു: വരണ്ട് കിടക്കുന്ന എൻ്റെ കിണറിൻ്റെ അടിത്തട്ടിനെ കൃപാഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ കർത്താവേ, എൻ്റെ കൂടെ നീ വീട്ടിലോട്ട് വരണം എന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ആ മകൾ എഴുതിയിരിക്കുകയാണ്, പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ 16 ഗോൾ താഴ്ചയുള്ള കിണറ്റിൻ്റെ പകുതിക്ക് മുകളിൽ ജലം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് അവർ അത്ഭുതകരമായിട്ട് കണ്ടു. ഈ വലിയ അത്ഭുതത്തിന് അവർ ദൈവത്തിന് കോടാനുകോടി നന്ദി അർപ്പിച്ചിരിക്കുകയാണ്. വരണ്ട കിണറിൻ്റെ അടിത്തട്ടിലേക്ക് പ്രാർത്ഥനയുടെ ഫലമായിട്ടുണ്ടായി വലിയൊരു അഭിഷേകം. ഈ ദേശത്തിത് വലിയൊരു സംഭവമായിട്ട് ഇപ്പോൾ നിൽക്കുകയാണ്, ഈ വലിയൊരു അത്ഭുതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. ഈ ഒരു വലിയ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് നമുക്കിന്നത്തെ തിരുവചനം കേൾക്കാം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ. അവിടുന്ന് ആവനാടിയിലെ അമ്പ് എൻ്റെ ഹൃദയത്തിലേക്ക് അയച്ചു. ഞാൻ ജനതകൾക്ക് പരിഹാസപാത്രമായി. ദിവസം മുഴുവൻ അവർ എന്നെ പരിഹസിച്ച് പാടുന്നു. അവിടുന്ന് എന്നെ കയ്പ് കൊണ്ട് നിറച്ചു. അവിടുന്ന് എന്നെ കാഞ്ഞിരം കൊണ്ട് മത്ത് പിടിപ്പിച്ചു. കല്ല് ചവച്ച് പല്ല് പൊടിയാനും ചാരം തിന്നാനും എനിക്കിടവരുത്തി. എൻ്റെ ആത്മാവിന് സ്വസ്ഥതയില്ല. സന്തോഷമെന്തെന്ന് ഞാൻ മറന്നു. അതുകൊണ്ട് എൻ്റെ ശക്തിയും കർത്താവിലുള്ള പ്രത്യാശയും പൊയ്പോയെന്ന് ഞാൻ വിലപിക്കുന്നു. എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു. എന്നാൽ ഞാനൊരു കാര്യം ഓർമ്മിക്കുന്നു, അതെനിക്ക് പ്രത്യാശ തരുന്നു. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിലാപങ്ങളുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ഇസ്രായേൽ ജനത്തിനേക്കുന്ന വലിയൊരു വേദനയുടെ അനുഭവമാണ് അവിടെ പങ്കുവെക്കുക. ദേവാലയം നഷ്ടപ്പെടുന്നു, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്നു, സമാധാനം നഷ്ടപ്പെടുന്നു, ഒന്നുമില്ലാത്തൊരവസ്ഥയിലോട്ട് പോകുന്നു, നാട് കടത്തപ്പെടുന്നു, ഒറ്റപ്പെടുന്നു, എല്ലാവിധ തകർച്ചകൾ അനുഭവിക്കുന്ന ഒരു ജനതയുടെ കണ്ണുനീരാണ് ഈ വിലാപങ്ങളുടെ പുസ്തകത്തിൽ മുഴുവൻ എഴുതി വച്ചിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും ഹൃദയസ്പർശിയായ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ വേദനയുടെ നാളുകൾ, കാരണം എല്ലാവിധ സുഭിക്ഷതയുടെയും നടുവിലാണ് അവർ ജെറുസലേമിൽ വസിച്ചിരുന്നത്. ദേവാലയം ഉണ്ടായിരുന്നു, അധികാരികളുണ്ടായിരുന്നു, നല്ല സുരക്ഷിതത്വം ഉണ്ടായിരുന്നു, എല്ലാ ഉയർച്ചയുടെ കാലഘട്ടമായിരുന്നു. പക്ഷെ ആ നാളുകൾ അവരുടെ ജീവിതത്തിൽ ചില പാളിച്ചകൾ സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വചനം ധ്യാനിക്കുമ്പോൾ ഏകദൈവത്തിൽ നിന്ന് ഇവർ അകലുന്ന ചില സംഭവമുണ്ട്. പ്രമാണങ്ങൾ ലംഘിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രവാചകന്മാരിലൂടെ ദൈവം അവരോട് സംസാരിക്കുന്നത് അനുസരിക്കാൻ അവർ ചിലരൊക്കെ തയ്യാറാകാതെ പോകുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ അവർക്ക് ആ ദേശം, ദൈവം കൊടുത്ത ഭൂമി, വാഗ്ദത്ത ഭൂമി, അത് കാനാൻ ദേശം, ജെറുസലം അവർക്ക് നഷ്ടപ്പെടുന്ന പോലത്തെ ഒരു അവസ്ഥയിലെത്തുകയാണ്. ശരിക്കും അവരിൽ ബഹുഭൂരിപക്ഷം ആളുകൾ നഷ്ടപ്പെട്ടൊരവസ്ഥയാണ്. തകർച്ചയില്ല, വിജാതിയെ അവരെ അടിമകളാക്കുന്ന അവസ്ഥകൾ, വീണ്ടും തകർന്നു പോവുക. അപ്പോഴവർ നിലവിളിക്കുന്നുണ്ട്, എന്തൊരവസ്ഥയാണിത്, എന്തൊരു തകർച്ചയാണിത്. ദൈവം തന്നത് തന്നെ ദൈവം എടുക്കുകയാണ്, തിരിച്ചെടുക്കുകയാണ്. ദൈവം നൽകിയ അനുഗ്രഹം, ദൈവം നൽകിയ ദേശം ദൈവം തന്നെ തിരിച്ചെടുക്കുകയാണ്. കൃഷിഭൂമികൾ നഷ്ടപ്പെടുന്നു. നല്ല നല്ല കൃഷിഭൂമികൾ എല്ലാം അവർക്ക് മുഴുവൻ നഷ്ടപ്പെട്ടു, ദാരിദ്ര്യത്തിലേക്ക്. അതാണ് ഇവിടെ വചനം എഴുതി, കല്ല് ചവച്ച് പല്ല് പൊടിയാനും ചാരം തിന്നാനും അങ്ങ് ഇടവരുത്തി. എന്ന് വെച്ചാൽ ഒന്നുമില്ലാത്തൊരവസ്ഥ. ഭക്ഷണം ഇല്ലാതെ വരുമ്പോൾ കല്ലെടുത്ത് ചവച്ച് പൊടിക്കുന്നു, അല്ലെങ്കിൽ മണ്ണ് വാരി തിന്നുന്ന ഒരു ജനത. അത്രമാത്രം അവർ വേദന അനുഭവിക്കുന്നു, തകർച്ചകൾ അനുഭവിക്കുന്നു, ഒറ്റപ്പെടുന്ന അവസ്ഥ കാണാൻ പറ്റും. അവർ കരച്ചിലോട് കരച്ചില്ല, ഒന്നുമില്ല, ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റത്തിൽ എത്തിച്ചേർന്നു. എല്ലാം ഉണ്ടായിരുന്നൊരു ജനതയാണ്, അവർക്ക് അവരുടെ ചരിത്രം മുഴുവൻ അറിയാം. അബ്രാഹത്തിലൂടെ ദൈവം അവരെ തിരഞ്ഞെടുത്തു.
ഇസ്ഹാക്ക്, യാക്കോബ്, യാക്കോബിൻ്റെ 12 മക്കളുടെ 12 ഗോത്രങ്ങളുണ്ടായി. അവർ മുഴുവൻ ഈജിപ്തിൽ ഒരുമിച്ച് കൂടി. അതിനുശേഷം അവിടെ ഈജിപ്തിലെ ഫറവോ അവരെ പീഡിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ മോശ വന്നിട്ട് അവിടുന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ച് കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി. മരുഭൂമിയിലൂടെ കൊണ്ടുപോയ കാലങ്ങൾ, ആ നാളുകളുണ്ടായ അത്ഭുതങ്ങൾ, അനുഗ്രഹങ്ങളൊക്കെ ഇവിടെ മനസ്സിൽ തെളിച്ചുണ്ട്. പക്ഷെ സംഭവിച്ചത് ഇപ്പോൾ എന്തേ ദൈവം അവിടെ? ഇവിടെ വെച്ച് വിജാതിയിൽ അവരെ പരിഹസിച്ച് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങളുടെ ദൈവം എവിടെ? നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ പറയും ദൈവമോടെ. വലിയ ദൈവാനുഭവങ്ങളൊക്കെ വിളംബരം ചെയ്തവരാണല്ലോ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ. മോശയിലൂടെ ഉണ്ടായ അനുഭവം, ജോഷുവയിലൂടെ ഉണ്ടായ അനുഭവം, അനേകം പ്രവാചകന്മാരിലൂടെ ഉണ്ടായ ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവം, വലിയ അത്ഭുതങ്ങൾ, പാറയിലൂടെ ജലം ഒഴുകി വരുന്ന അനുഭവം, ആകാശത്ത് മന്ന പൊഴിഞ്ഞ അനുഭവങ്ങൾ, അടിമത്തു നിന്ന് രക്ഷപ്പെട്ട അനുഭവങ്ങൾ, അങ്ങനെ നിരവധി ദൈവാനുഭവങ്ങൾ. പക്ഷെ എന്തുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ അനാഥരാക്കപ്പെടുന്നു, തകർക്കപ്പെടുന്നു, നിങ്ങളെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല, ഒറ്റപ്പെട്ടു പോകുന്നു? എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ പാപങ്ങൾ തന്നെയാ, നമ്മുടെ തെറ്റുകൾ തന്നെയാ നമ്മളെ അത്യുന്നതത്തിൽ നിന്ന് താഴേക്കിട്ടത്. ഇന്ന് പല കുടുംബങ്ങളും കാണാൻ പറ്റും. ഉയർന്നു പോയ ജീവിതങ്ങൾ, കുടുംബങ്ങൾ അങ്ങ് മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്നുണ്ട്. കാരണം അവർ ദൈവത്തെ മറന്നു. പണമുണ്ടായി, സുഭിക്ഷതയായി, മക്കളുണ്ട്, വീടുണ്ട്, ജോലിയുണ്ട്, സ്ഥാനമാനമായി, ദൈവത്തെ അങ്ങ് മറന്നു, ദൈവത്തെ അങ്ങ് മാറ്റിവെച്ചു. ദൈവത്തിനൊന്നും ആവശ്യമില്ല, പ്രാർത്ഥന ആവശ്യമൊന്നുമില്ല, പള്ളിയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാം, പണമുണ്ടെങ്കിൽ മനുഷ്യന് പിന്നെ എന്തിൻ്റെ ആവശ്യം? ഇതുപോലെ ചിന്തിച്ചൊരു ജനതയായിരുന്നു ഇസ്രായേൽ ജനം. അവിടെ നിന്നാണ് കൂപ്പുകുത്തുന്ന പോലെ താഴോട്ട് വീഴുക. കംപ്ലീറ്റ് അവർ തകർന്ന് തരിപ്പണമായി പോകുന്നത് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ വലിയൊരു അത്ഭുതം, ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു കൃപ കിട്ടിയൊരു ജനതയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഈ വേദനയുടെ നാളുകളിൽ അവർ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കില്ല. ആ വേദനയുടെ നാളുകൾ ഇവർ ഈ അടിമത്തത്തിൽ കഴിയുമ്പോൾ, അല്ലെങ്കിൽ പ്രവാസികളായിട്ട് അവർ കഴിയുമ്പോൾ, ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ, തകർക്കപ്പെട്ട് കഴിയുമ്പോഴും, അത് കല്ല് ചവച്ച് അവർ ഭക്ഷണം കഴിക്കുന്ന വെച്ചാൽ മണ്ണ് വാരി തിന്നുന്ന സമയത്ത് പോലും അവരുടെ ഉള്ളിൽ പ്രത്യാശ നഷ്ടപ്പെടുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുകയില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണെന്ന് അവർ പ്രഘോഷിക്കുകയാണ്. ദൈവം വരും, ദൈവം ഇടപെടും എന്നുള്ള വിശ്വാസം അവരുടെ ഹൃദയത്തിൽ നിറയുള്ളത് നമുക്ക് കാണാൻ പറ്റും. പ്രവാചകന്മാർ വന്ന്, അനേകം പ്രവാചകന്മാർ ആ നാളുകളിൽ, ഈ പ്രവാസത്തിൻ്റെ കാലങ്ങളിൽ, തകർച്ചയുടെ നാളുകളിൽ പ്രവാചകന്മാരോട് സംസാരിക്കുന്നുണ്ട്. അത് സംസാരിക്കും, അവരോട് പറയുന്നുണ്ട്, ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. പെറ്റമ്മ മറന്നാലും ദൈവം നിങ്ങളെ മറക്കുകയില്ല. അപ്പനും അമ്മയും ഉപേക്ഷിച്ചാൽ ദൈവം നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ദൈവം മലകൾ അകറ്റപ്പെട്ടേക്കാം, കുന്നുകൾ അകറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ സ്നേഹം ഒരിക്കലും, ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും മാറില്ലെന്ന് പ്രവാചകന്മാരോടെല്ലാം പറയുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവരുടെ ഉള്ളിൽ വലിയൊരു ബോധ്യമുണ്ട്, ദൈവം തള്ളിക്കളയില്ലെന്നുള്ള ബോധ്യമുണ്ട്. നിരാശയുടെ നടുവിൽ അവർ പാപത്തിലേക്ക് പോകുന്നില്ല, വീണ്ടും അവർ പാപത്തിൻ്റെ വഴി എടുക്കുന്നില്ല. കരഞ്ഞ് പ്രാർത്ഥിക്കുക, കരഞ്ഞ് ദൈവത്തെ വിളിക്കുക. അവർക്കറിയാം അവരുടെ പാപം നിമിത്തമാണ് ദൈവത്തിൻ്റെ കൃപ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ഈ തകർച്ചയുടെ മുഴുവൻ കാരണം, ഈ അധപ്പതനത്തിൻ്റെ മുഴുവൻ കാരണം, ഇത് നഷ്ടപ്പെടാൻ കാരണം അവരുടെ അഹങ്കാരവും ജ്ഞാനെന്ന ഭാവവും, അവരുടെ അവിശ്വാസവും, ദൈവനിഷേധവും, ദൈവകൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് തന്നിഷ്ടം പോലെ നീങ്ങിയപ്പോൾ അവർ തകരാൻ തുടങ്ങി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ ഈ വചനത്തിൽ പറയുന്ന പോലെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയും കർത്താവിങ്കിലേക്ക് തിരിയുകയും ചെയ്യുക. ഈ നാളുകളിൽ സുവിശേഷ പ്രഘോഷകരിലൂടെ ദൈവം ലോകം മുഴുവനെയും വിളിക്കുക, മാനസാന്തരത്തിലേക്ക് വിളിക്കുക. എല്ലാവരും മാനസാന്തരപ്പെടുകയും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടുന്ന ഹൃദയങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടാൻ പോവുക, പരിശുദ്ധമായ അഭിഷേകം കിട്ടാൻ പോവുക. അല്ലെങ്കിൽ തകർച്ചകൾ നാം അനുഭവിക്കേണ്ടി വരും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, എത്ര മഹാന്മാരായാലും ശരി, ദൈവകൽപ്പനകൾ ലംഘിച്ചുകൊണ്ട്, രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ലംഘിച്ചുകൊണ്ട് തന്നിഷ്ടം പോലെയാണ് പോകുന്നതെങ്കിൽ നിശ്ചിത സമയം കഴിയുമ്പോൾ, എല്ലാത്തിനും സമയമുണ്ട്, നിശ്ചിത സമയം കഴിയുമ്പോൾ തകർച്ചകൾ, രോഗങ്ങൾ, കെടുതികൾ, വേദനകൾ, ഭിന്നതകൾ, പിളർപ്പുകൾ, കുടുംബങ്ങൾക്ക് പിളർപ്പുകളൊക്കെ സംഭവിക്കും. നമ്മൾ തിരിച്ചു വരേണ്ടത് ദൈവത്തിലേക്ക്, ദൈവകൽപ്പനകളിലേക്കാണ് തിരിച്ചു വരേണ്ടത്. ദൈവത്തിനെതിരെ തെറ്റ് ചെയ്തിട്ടുണ്ട്. മനുഷ്യൻ ചെയ്യുന്ന മുഴുവൻ പാപങ്ങളും ദൈവത്തിനെതിരെയാ. ആ തമ്പുരാനെതിരെ തെറ്റ് ചെയ്യുന്നതിന് കരഞ്ഞ് മാപ്പ് പറയണം, വാവിട്ട് കരഞ്ഞ് മാപ്പ് പറയണം. ദൈവമേ, തെറ്റുപറ്റി, ക്ഷമിക്കണേ, പൊറുക്കണേ, എന്നോട് കരുണയായിരിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് മനസ്സ് നൊന്ത് പ്രാർത്ഥിക്കണം. അപ്പോഴാണ് കൃപയ്ക്ക് മേൽ കൃപ നമുക്ക് ലഭിക്കുക. നമുക്കറിയാം, ദാവീദ് രാജാവ് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദാവീദ് ദൈവസന്നിധിയിൽ നിലവിളിച്ച് മാപ്പ് പറയുന്നുണ്ട്. ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അദ്ദേഹം മാപ്പ് പറയുന്നത്. അതാണ് നമ്മൾ വായിക്കുന്ന, സ്ഥിരമായിട്ട് നാം ധ്യാനിക്കുന്ന വചനമാണത്. സങ്കീർത്തനം 51 വചനം. അത് വലിയൊരു വചനമാണ്, നമുക്കറിയാം. സങ്കീർത്തനം 51 ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് ഒത്ത് എന്നോട് ദയ തോന്നണമേ, അങ്ങയുടെ കാരുണ്യാദ്രഹത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളണമേ, എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളണമേ, എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ,
എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അതിനുശേഷം നമുക്കറിയാം ഈ ദാവീദ് ദൈവത്തോട് ദൈവസന്നിധി കരയുക, ചെയ്തു പോയ വലിയ തെറ്റ്, തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഊറിയായെ കൊല്ലിക്കുകയും അവൻ്റെ ഭാര്യയെ കൈക്കലാക്കുകയും ചെയ്ത വലിയ സംഭവം, ആ ഗൗരവമേറിയ തെറ്റിന് അവൻ ദൈവത്തോട് മാപ്പ് പറയുന്നത് കാണാൻ പറ്റും. നാഥാൻ പ്രവാചകൻ ചെന്നിട്ട് അവന് കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ആ കേട്ട് ആ മാനസാന്തരപ്പെടുന്നത് കാണാൻ പറ്റും. മാനസാന്തരപ്പെടുന്നുണ്ട്. ഈ കാലയളവിൽ ദൈവത്തിൻ്റെ പ്രവാചകന്മാർ നമ്മൾ നേരെ കൈ ചൂണ്ടി കുറ്റപ്പെടുത്തുമ്പോൾ നീ മാനസാന്തരപ്പെടുന്നുണ്ടോ? അത് കേട്ടിട്ട് കേൾക്കാത്തവനെ പോലെ നീ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, അനർത്ഥം നീ അനുഭവിക്കേണ്ടി വരും. പാപത്തിൻ്റെ പരിണത ഫലം നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും, ദൈവത്തെ കടന്നു വരും. ഇന്ന് പ്രവാചകന്മാരിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് അനേക മക്കളിലൂടെ, അനേക അഭിഷിക്തരിലൂടെ, ദൈവരാജ്യ ശുശ്രൂഷകരിലൂടെ നിൻ്റെ മുഖത്തു നോക്കി സത്യം പറയുമ്പോൾ നീ അത് കേട്ട് നീ മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ പക്ഷം പിടിക്കുന്നുണ്ടോ, അത് നീ പാപത്തിൻ്റെ വഴിയിലേക്കാണ് നീ പോകുന്നതെങ്കിൽ എൻ്റെ മകനെ നിന്നെ ആർക്കും സഹായിക്കാനാവില്ല. നീ നിൻ്റെ കണ്ണുനീരിൽ തന്നെ നീ താഴാൻ പോവുക. ഇപ്പോൾ ഉള്ള പ്രശ്നം അല്പം കൂടെ വർദ്ധിക്കാൻ പോവുക. അവിടെ ഈ സമയത്ത്, പ്രത്യാശയുടെ സമയത്ത് നമുക്ക് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. വിലാപങ്ങളുടെ പുസ്തകത്തിൽ ദൈവജനം വേദനയുടെ നാളുകളിൽ അവരുടെ തെറ്റുകളെ ഓർത്ത് അനുതപിക്കുക, പശ്ചാത്തപിക്കുക. ഞങ്ങൾ ധിക്കാരം കാണിച്ചു, ഞങ്ങൾ പാപം ചെയ്തു, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അനർത്ഥം വന്നത് എന്നവർ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ അനന്തര ഫലം നമുക്ക് പിന്നീട് അറിയാം. അവർക്ക് വീണ്ടും തിരിച്ച് ജെറുസലേമിലേക്ക് വരാൻ, ഇസ്രായേലിലേക്ക് വരാൻ ദൈവം തന്നെ അനുവദിക്കുന്നു. പഴയ സാഹചര്യത്തിലേക്ക്, ദേവാലയത്തിലേക്ക് വീണ്ടും വരാൻ കർത്താവ് കൃപ കൊടുക്കുന്നു. തകർന്നുപോയ ദേവാലയം ദൈവം പുതുക്കി പണിയുന്ന അനുഭവങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം. നഷ്ടപ്പെട്ട ദൈവം തിരിച്ചു കൊടുക്കുന്നത് കാണാൻ പറ്റും. അതെ, ദൈവം നഷ്ടപ്പെടുത്തുന്നത് നമുക്ക് തിരിച്ച്, നമ്മുടെ പാപത്തിൻ്റെ ഫലമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ കാരുണ്യമാണ് ഈ നഷ്ടപ്പെട്ട ദൈവം നമുക്ക് തിരിച്ചു തരുന്നത്. കുടുംബത്തിൽ മക്കളെ നഷ്ടപ്പെടുന്ന മാതാപിതാക്കളുണ്ടെന്ന്, ജീവിത പങ്കാളിയെ പലവിധ കാരണങ്ങൾ നഷ്ടപ്പെടുന്നവരുണ്ട്. പാപത്തിൻ്റെ ഫലമാണ് ഇതെല്ലാം. വന്നിട്ട് തകർച്ചകൾ, ഒന്നിനും ജോലി നഷ്ടപ്പെടുന്നു, ഇതെല്ലാം നഷ്ടപ്പെടുന്നു, ഒരുപാട് നഷ്ടങ്ങളുണ്ടാകുന്നു. ഈ തിരിച്ചു കിട്ടണമെങ്കിൽ അനുദപിക്കുക, പശ്ചാത്തപിക്കുക, മാനസാന്തരപ്പെടുക. നീ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക, വേറെ ആരെയും വിളിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല. തമ്പുരാനെ എന്നോട് ക്ഷമിക്കണമേ, ഞാനും എൻ്റെ കുടുംബവും തെറ്റ് ചെയ്തു പോയി, എൻ്റെ മാതാപിതാക്കൾ തെറ്റ് ചെയ്തു, എൻ്റെ കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്തു, ഞാൻ വിശ്വാസത്തിന് അകന്നു പോയി, എൻ്റെ പൊന്നു തമ്പുരാനോട് ക്ഷമിക്കണമേ എന്ന് വാവിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കണം. അല്ലാണ്ട് ഇവിടെ നിരാശപ്പെടുകയല്ല. ചില മക്കളുണ്ട് നിരാശയിലേക്ക് പോകുന്ന കാണാൻ പറ്റും. തകർച്ചകൾ വന്നു, വീണ്ടും അവൻ നിരാശ കയറിയിട്ട് മദ്യപാനത്തിലേക്ക് പോകുന്നു, കുടുംബ വഴക്കിലേക്ക് പോകുന്നു, ജീവിത പങ്കാളി ഇട്ടേച്ച് പോകുന്നു, മക്കളെ ഇട്ടേച്ച് പോകുന്നു, അപ്പനെ അമ്മയെ ഇട്ടേച്ച് പോകുന്നു, പാപത്തിൻ്റെ വഴിയിലേക്ക് നിരാശ കയറുക. ഉള്ളിൽ വിശ്വാസം നഷ്ടപ്പെട്ട്, കൃപ നഷ്ടപ്പെട്ടു പോവുകയാണ്, അഭിഷേകം നഷ്ടപ്പെട്ടു പോയി. റോമ 5:5 പറയുന്നത് പ്രത്യാശ നമ്മെ നിരാശനാക്കുന്നില്ല, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രത്യാശ നമ്മെ നിരാശനാക്കുന്നില്ല. ഇവിടെ നിരാശ മാറണം. ഇവിടെ വിലാപങ്ങളിൽ കഴിയുന്ന ദൈവജനമാണെങ്കിലും അവരുടെ ഉള്ളു നിറയെ പ്രത്യാശയുണ്ട്. ദൈവം ഞങ്ങളോട് കരുണ കാണിക്കും, ദൈവം ഇടപെടും, ദൈവം ഉപേക്ഷിക്കത്തില്ല. ഞങ്ങൾ പാപം ചെയ്യാതെ ഞങ്ങൾ നിൽക്കാൻ പോവുക. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും ഞങ്ങളുടെ പൂർവികരുടെയും സഹോദരങ്ങളുടെയും എല്ലാവരുടെ തെറ്റും ഞങ്ങൾ മാപ്പ് പറയാൻ പോവുക. തീർച്ചയായിട്ടും ദൈവം ഞങ്ങളെ വീണ്ടും ശക്തിപ്പെടുത്തും. വീണ്ടും ഞങ്ങളെ ദൈവം ഞങ്ങളുടെ സ്വദേശത്തേക്ക് തിരികെ കൊണ്ടുപോകും. അവിടെ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തരും. ദൈവം ഞങ്ങൾക്ക് പുതുക്കിപ്പണിയും, എല്ലാം പുതുക്കി. ഒരു വലിയൊരു പ്രത്യാശ നയിക്കുക. ആ പ്രത്യാശയാണ് ഈ കാലഘട്ടത്തിൽ പലർക്കും നഷ്ടപ്പെട്ടു പോയത്. കാരണം സ്വന്തം കഴിവിലും സ്വന്തം ബുദ്ധിയിലും സ്വന്തം ആരോഗ്യത്തിലും സ്വന്തം ബുദ്ധിയിലൊക്കെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന മക്കൾക്ക് അവർക്കൊരു തകർച്ചയുണ്ടായാൽ പിന്നെ അവർക്കുള്ളത് നിരാശ മാത്രമാണ്. കാരണം അവർ ദൈവത്തിൻ്റെ കാര്യം കണ്ടിട്ടില്ല, അവരെ വളർത്തിയ ദൈവമാണെന്ന് അവർ അറിഞ്ഞിട്ടില്ല. ഇസ്രായേൽ ജനത്തിന് അറിയാം, അവരെ അവിടം വരെ കൊണ്ടുപോകും ദൈവമാണെന്നറിയാം. ദൈവമാണ് ഈ ദേശം കൊടുത്തതെന്നറിയാം. അവരുടെ കഴിവല്ല, അവരുടെ ബുദ്ധിയല്ല, ദൈവമാണ് കൊടുത്തതെന്ന് അവർക്ക് നല്ല ബോധ്യം അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. അവർക്കറിയാം ദൈവം തിരിച്ചു നൽകും, കൃപ കൊടുക്കും, അവർക്ക് വീണ്ടും ദൈവം അവരുടെ കരുണ കാണിക്കുമെന്ന് അവർക്ക് വലിയൊരു ബോധ്യം അവരുടെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ ആഴമുള്ള മാനസാന്തരം ഉണ്ടാകട്ടെ. പ്രഭാഷകന്റെ പുസ്തകം 21:1 പറയുന്ന പോലെ, മകനെ നീ പാപം ചെയ്തിട്ടുണ്ടോ, മേല് ചെയ്യരുത്. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായിട്ട് പ്രാർത്ഥിക്കുക. സർപ്പത്തിൽ നിന്നതുപോലെ പാപത്തിൽ നിന്ന് ഓടി മകലുക. അടുത്ത് ചെന്നാൽ അത് കടിക്കും. അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ പല്ലുകളാണ്. അത് നിൻ്റെ ജീവൻ അപഹരിക്കുമെന്ന് പറയുന്ന ആ വചനം ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കാൻ, അനുദപിക്കുവാൻ നമ്മൾ തയ്യാറാകണം. എങ്കിലേ നമുക്ക് ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കാൻ പറ്റുള്ളൂ. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനമുണ്ട്. ദൈവഭയമുള്ളവൻ ഇത്തരം തിന്മകളിൽ നിന്ന് അകന്നിരിക്കും, അവൻ പാപത്തിൽ മുഴുകുകയില്ല.
കണ്ടോ? ദൈവഭയമുള്ളവൻ പാപത്തിന് അകതിരിക്കുക. ഈ കാലഘട്ടത്തിലെ പാപത്തിലേക്ക് ദൈവം പറയുന്നതിന് ഓപ്പോസിറ്റ് പ്രവർത്തിക്കുക. അതാണ് പാപം. ദൈവവചനത്തിന് ഓപ്പോസിറ്റ് പോകുന്ന വഴികൾ, അതാണ് പാപം. ദൈവഹിതത്തിന് വിപരീതമായിട്ട് പോകുന്നു, ദൈവേഷ്ടത്തിന് വിപരീതമായിട്ട് പോകുന്നു. കുടുംബത്തിലൊക്കെ ഓരോ വ്യക്തികൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവഹിതത്തിന് ദൈവവചനത്തിന് വിരുദ്ധമായിട്ട്, അതാണ് പാപം. അത് ചെയ്യുന്ന മനുഷ്യൻ അവൻ ദൈവഭയമില്ലാത്തവനാ. അവൻ വിചാരം ഒന്നും എന്നെ ബാധിക്കാൻ പോകുന്നില്ല. പക്ഷെ ചരിത്രം നൽകുന്ന പാഠം എന്താ? തീർച്ചയായിട്ടും അനർത്ഥങ്ങൾ അത്തരം ജീവിതങ്ങളിലേക്ക് കടന്നു വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ആഴമുള്ളൊരു ആഴമുള്ള മാനസാന്തരം നമുക്ക് ഓരോരുത്തർക്കും സംഭവിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കണം. എനിക്കറിയാം, ധ്യാനത്തിൽ ചില മക്കൾ വരാറുണ്ട്, വലിയ മാരക പാപം കടിമപ്പെട്ട മക്കൾ. ഒരിക്കലും ഒരു സഹോദരൻ വരിക, അദ്ദേഹം വലിയ മദ്യപാനിയായ വ്യക്തിയാണ്, ഒരുപാട് തകർച്ചകളോട് കടന്നു പോകുന്നത്, ഒത്തിരി ദാരിദ്ര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ മക്കളുടെ കല്യാണങ്ങൾ നടക്കുന്നില്ല, അദ്ദേഹത്തിന് ഒത്തിരി മാനസിക പ്രശ്നങ്ങളാണ്, ഒത്തിരിയേറെ പ്രശ്നങ്ങളാണ്. ആളുകൾ നിർബന്ധ നിമിത്തമാണ് ഇദ്ദേഹം ധ്യാനം കൂടാൻ വരുന്നത്. 17 വർഷം കൊണ്ടാണ് ഇത് ശരിക്കും പറഞ്ഞാൽ കുമ്പസാരം, നല്ലൊരു കുമ്പസാരം നടത്തിയിട്ട് അദ്ദേഹത്തിന് ഒരു വല്ലാത്തൊരവസ്ഥയിൽ വരുന്നത്. അദ്ദേഹം ധ്യാനത്തിൽ കൂടുക. ധ്യാനത്തിൻ്റെ 2ാമത്തെ ദിവസം തൊട്ട് പാപത്തിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായ അനുതാപം ഉണ്ടായി. നല്ലൊരു കുമ്പസാരം നടത്തി, സമയമെടുത്ത്. അദ്ദേഹം പറയായിരുന്നു, ഏകദേശം 1/4 മണിക്കൂറിലധികം ഞാൻ അച്ഛൻ്റെ അടുത്ത് എൻ്റെ പാപങ്ങൾ മുഴുവൻ ഏറ്റുപറഞ്ഞു, ഞാൻ കുമ്പസാരിച്ചു, എൻ്റെ പാപങ്ങൾ മുഴുവൻ ഏറ്റുപറഞ്ഞു. അവസാനം പാപമോചനം കിട്ടിയപ്പോൾ അച്ഛനിങ്ങനെ ആശീർവദിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത അങ്ങ് പുറത്തോട്ട് പോകുന്നൊരു അനുഭവം, എന്തോ വിട്ടുപോകുന്നൊരു അനുഭവം. എനിക്ക് ഭയങ്കര ഫ്രീ ആയി, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ തിരിച്ചു വന്നു, പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചു, വചനാഭിഷേകം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു, ആത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചു. എന്നോട് പറയുക, അച്ഛൻ എനിക്ക് ഭാഷാവരം കിട്ടി, അരൂപി നിറഞ്ഞു, എനിക്ക് ശക്തിപ്പെട്ടു. ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നു. ഇവിടുത്തെ എല്ലാവരും നോക്കിയിരിക്കുക. പലരും പറയാറുണ്ട്, ധ്യാനം കൂട്ടാണ്ട് പിറ്റേ ആഴ്ച ഇന്നയാൾ കുടിച്ചു, വീണ്ടും കൂടി തുടങ്ങി, വീണ്ടും വഴിവിട്ട് തുടങ്ങി. പക്ഷേ ഇദ്ദേഹത്തിൽ ഭയങ്കര മാറ്റം, സ്വഭാവം മൊത്തത്തോടെ മാറി. സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു, മക്കളെല്ലാം വിളിച്ച് അവരെ സ്നേഹിക്കുന്നു, അവരോടൊക്കെ അവർക്ക് നല്ല പെരുമാറ്റം വരുന്നു. പറയുന്നു, ഉടനെ തന്നെ അച്ഛ എൻ്റെ ജീവിതത്തിൽ ദൈവ അനുഗ്രഹങ്ങൾ എടുക്കാൻ തുടങ്ങി. ആദ്യം ഉണ്ടായിരുന്ന എൻ്റെ കടബാധ്യത മേഖലയാണ്, ദൈവം ഇടപെട്ടു. ദൈവം ഇടപെട്ടിട്ട് അതിൻ്റെ കടബാധ്യത എൻ്റെ ചെറിയ സ്ഥലം ഉണ്ടായിരുന്നു, വിൽക്കേണ്ടതായിരുന്നു. ആ തടസ്സം പെട്ടെന്ന് മാറി. ധ്യാനം കഴിഞ്ഞ ഉടനെ തന്നെ ദൈവം ഇടപെട്ടു, അത് വിറ്റു. അത് കഴിഞ്ഞ ഉടനെ എൻ്റെ മക്കളുടെ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം തുറന്നു. എൻ്റെ അടുത്ത് വരുമ്പോൾ അദ്ദേഹം വലിയ സന്തോഷത്തെ പറയാ, അച്ഛോ ഒരുപാട് അനുഗ്രഹം കിട്ടി, അച്ഛോ ഒരുപാട് കൃപ കിട്ടി. ഞാൻ പറഞ്ഞു, ഇവിടെ വന്നതല്ല, നിങ്ങൾ അനുദപിച്ചത് കൊണ്ട്, പാപത്തെയും പാപ സാഹചര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനും ദൈവത്തിൻ്റെ നിയമത്തിനും ഓപ്പോസിറ്റ് എത്ര നാൾ നിങ്ങൾ പോയത്, അത് മാറ്റിയിട്ട് ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നിങ്ങളെ തന്നെ അങ്ങ് തിരിച്ചു വെച്ചു. നിങ്ങളുടെ മനസ്സിനെ ചിന്തകളെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അങ്ങ് തിരിച്ചു വെച്ചു. അപ്പോഴാ അനുഗ്രഹം കിട്ടിയത്. അതാണ് മാനസാന്തരപ്പെടുന്നവനും അവൻ്റെ കുടുംബവും രക്ഷപ്പെടും, അല്ലാത്തവൻ രക്ഷപ്പെടില്ല. അവൻ ഇന്ന് മാനസാന്തരപ്പെടാതെ പാപത്തിൽ മുഴുകിയിരിക്കുന്നവർക്കും ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ രക്ഷപ്പെട്ടവൻ, ഞാനാണ് ഏറ്റവും വലിയ ധനികൻ, ഞാൻ ഏറ്റവും വലിയ സൗഭാഗ്യവാൻ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന പല ആളുകളും നോക്കിയോ, നാളെ അവൻ പറയാൻ പോവാ, എൻ്റെ കുടുംബത്തിൽ തകർച്ച തുടങ്ങിച്ചു, പ്രശ്നം തുടങ്ങി. കാരണം പാപത്തിൽ കഴിയുന്നതിനും പാപത്തിൻ്റെ പരിണതലും മരണമാണ്. വചനമുണ്ട്, പാപത്തിൻ്റെ വേദനം മരണമാണ്, നാശമാണ്, തകർച്ചയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നല്ലൊരു അനുതാപത്തിൻ്റെ ഒരു അഭിഷേകം നമുക്ക് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. ഇത് നമ്മൾക്ക് പ്രത്യാശയോടെ ജീവിതത്തിൽ വലിയൊരു പ്രത്യാശ, ദൈവം എന്നോട് കരുണ കാണിക്കും, എന്നോട് കൃപ കാണിക്കും, എന്നെ അനുഗ്രഹിക്കും. വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. നല്ലൊരു അനുതാപത്തിൻ്റെ കണ്ണുനീരുണ്ടാകട്ടെ. ഈ ദിവസങ്ങളിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്കൊരു നല്ലൊരു കുമ്പസാരം ഉണ്ടാകട്ടെ. നന്നായിട്ട് തുറന്ന് അടച്ച ഹൃദയത്തിൽ പാപത്തെ സൂക്ഷിച്ചു വെക്കാതെ പാപം തുറന്ന് ദിവസം ഏറ്റുപറഞ്ഞ് അനുദപിക്കട്ടെ. അങ്ങനെ നിൻ്റെ കുടുംബത്തിലുള്ള, നിൻ്റെ ജീവിതത്തിലുള്ള സകലവിധ തടസ്സങ്ങളും ബന്ധനങ്ങളായിട്ട് നീ പുതിയ സൃഷ്ടിയായി തീരട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ ഇതിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. അനുഗ്രഹം കർത്താവേ, അനുഗ്രഹം ബന്ധനടിക്കണേ, കെട്ടടിക്കണേ. കരുണയ്ക്കുമേൽ കരുണ, കൃപയ്ക്കുമേൽ കൃപ, കൃപയ്ക്കുമേൽ കൃപ. കർത്താവേ പത്രോസ്, പൗലോസ്, സീലാസൊക്കെ ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ, ജയിലിനുള്ളിൽ കിടക്കുന്ന ആ രാത്രിയുടെ യാമങ്ങളിൽ അവർ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ ജയിലിൻ്റെ കമ്പികൾ തുറക്കപ്പെടുക, വാതിലുകൾ തുറക്കപ്പെടുക, അവർ ദേഹത്തുള്ള ചങ്ങലകൾ പൊട്ടി താഴെ പോവുക, എല്ലാം തകർന്ന് അവർക്ക് സ്വതന്ത്രരാകുക, സ്വാതന്ത്ര്യം അനുഭവിക്കുക, ബന്ധനം വഴി ഫ്രീഡം അനുഭവിക്കുക. പക്ഷേ ഫ്രീഡമില്ലാത്ത ജീവിതങ്ങൾ,
ബന്ധനത്തിൽ കഴിയുന്ന ജീവിതങ്ങൾ, ഒരുപാട് ചങ്ങലകൾ, പാപത്തിൻ്റെ തഴക്കദോഷങ്ങളുടെ രോഗങ്ങളിലൊക്കെ ചങ്ങലകൾ, മദ്യപാനത്തിൻ്റെ, പുകവലിയുടെ, മയക്കുമരുന്നിൻ്റെ, ജഡിക പാപങ്ങളുടെ ബന്ധനങ്ങൾ, അവിശ്വാസത്തിൻ്റെ ഒക്കെ ബന്ധനങ്ങൾ, ചങ്ങലകൾ, അത് കഴിയുന്ന മക്കൾക്ക് ഇപ്പം തന്നെ വിടുതൽ കൊടുക്കണമേ. അങ്ങേ വിളിച്ചുകൊണ്ടിരിക്കുന്ന, അങ്ങേ വിളിക്കുന്ന മക്കളെ കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കട്ടെ, അനുഗ്രഹം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കെട്ടഴിച്ചിപ്പോൾ സ്വതന്ത്രമാക്കണം. യേശുനാമത്തിൽ ബന്ധിക്കുന്നു, വിശ്വാസിക്കുന്നു, വീക്ഷിക്കുന്നു. തിന്മയുടെ കെട്ടഴിയട്ടെ, തകർന്ന കുടുംബങ്ങളിൽ ബന്ധനം അഴിയട്ടെ, സമാധാനം എന്ന കുടുംബങ്ങളിലേക്ക് കർത്താവെ കടന്നില്ലമേ. നാളുകളായിട്ട് സംസാരിക്കാത്ത പ്രിയപ്പെട്ടവർ, ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കാത്ത കുടുംബങ്ങൾ, ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോകുന്ന ജീവിതങ്ങൾ, മക്കളും മാതാപിതാക്കളും തമ്മിൽ സംസാരവും സ്നേഹമില്ലാത്ത കുടുംബങ്ങൾ, ഒരു രക്തമാണെങ്കിലും ഭിന്നിച്ചിരിക്കുന്ന കുടുംബങ്ങൾ, തകർന്നിരിക്കുന്ന കുടുംബങ്ങൾ, ഐക്യമില്ലാത്ത കുടുംബങ്ങൾ, അയൽക്കാരുമായിട്ടൊക്കെ ആദരിക്കുന്ന മക്കൾ, സ്നേഹത്തിൻ്റെ കൂട്ടായ്മയില്ലാത്ത കുടുംബങ്ങൾ, സ്നേഹമില്ലാത്ത കുടുംബങ്ങൾ, സമാധാനം നഷ്ടപ്പെട്ട മക്കൾ, മനസ്സിൻ്റെ ജീവിതങ്ങൾ, ദുരിതം അനുഭവിക്കുന്ന മക്കൾ, ആരും എന്നെ സഹായിക്കാനില്ല, ആരും എന്നെ സഹായിക്കാനില്ല എന്നിങ്ങനെ നിലവിളിക്കുന്ന ജീവിതങ്ങൾ, അവരിലേക്കെല്ലാം വിശ്വസിച്ച് കടന്നേരണം. വിശ്വയെ കടന്നേരണം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അറിയിച്ചത് കർത്താവേ. ഈ മക്കളെല്ലാം അങ്ങ് വിളിക്കുന്നു. ഈ സമയത്ത് അങ്ങയുടെ ആശ്വാസം, ഞാൻ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം എന്ന് കൽപ്പിച്ചുകൊണ്ട് കർത്താവേ അങ്ങ് ഇവരെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങ് വിളിക്കുന്നു. ഈ സമയത്ത് അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. സാത്താന്റെ അടിമത്ത അവസാനിക്കട്ടെ. ദൈവജനം വിടുതൽ പ്രാപിക്കട്ടെ. ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്ന കർത്താവിന്റെ സഭ വിടുതൽ പ്രാപിക്കട്ടെ. ഫലവിധത്തിൽ നിരാശപ്പെട്ടിരിക്കുന്ന ദൈവജനം വിടുതൽ പ്രാപിക്കട്ടെ. കെട്ടടിയട്ടെ, അന്ധകാരം വിട്ടുപോട്ടെ. സാത്താനും അതിൻ്റെ സൈന്യങ്ങളും പരാജയപ്പെടട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ തന്നെ സമാധാനം നിറയട്ടെ, സ്നേഹം ഹൃദയം നിറയട്ടെ. റോമ 5:5 പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹ ഹൃദയങ്ങളിലേക്ക് ഒഴുകപ്പെടട്ടെ. കൃപയുണ്ട്, സൗഖ്യമുണ്ട്. യേശുനാമത്തിൽ എല്ലാ തിന്മയുടെ ശക്തികളെയും നിരാശയുടെ ആത്മാക്കളെയും ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. കർത്താവിൻ്റെ തിരുശരീരത്തിൻ്റെ ശക്തി ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കട്ടെ. നിരാശയിൽ കഴിയുന്ന മുഴുവൻ ജീവിതങ്ങൾക്ക് കർത്താവിൻ്റെ കരം അനുഭവിക്കാനിടയാകട്ടെ. പത്രോസ് കടലിൽ മുങ്ങിത്താണപ്പോൾ കർത്താവ് കൈ നീട്ടിക്കൊടുത്ത് ഉയർത്തിയ അനുഭവം ഈ സമയത്ത് തകർന്നിരിക്കുന്ന, മനസ്സൊടിഞ്ഞിരിക്കുന്ന മുഴുവൻ ജീവിതങ്ങൾക്ക് ലഭിക്കട്ടെ. ക്രിസ്തുവിൻ്റെ കരം, രക്ഷാകരമായ കരം, സൗഖ്യദായകമായ കരം, അനുഗ്രഹത്തിൻ്റെ കരം അനുഭവിക്കട്ടെ എല്ലാ മക്കളും. നന്ദി കർത്താവേ, ഈ സമയത്ത് മക്കളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതിനോർത്ത്, ആശ്വസിപ്പിക്കുന്നതിനോർത്ത്, ധൈര്യപ്പെടുന്നതിനോർത്ത് നന്ദി. കൂടാനുകൂടി നന്ദി ദൈവമേ, സ്തുതിക്കുന്ന ദൈവമേ, എല്ലാത്തിനും നന്ദി ദൈവമേ, സ്തുതിക്കുന്ന കർത്താവേ, നന്ദി ദൈവമേ. അഭിഷേകം കൊടുത്തതിന്, വിടുതൽ കൊടുത്തതിന്, അനുഗ്രഹിച്ചതിന് ആരാധന. യേശുവേ നന്ദി.